Hello guys, it's Pradeep. Welcome back to my YouTube channel. ഗൈസ്, ഞാൻ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗൈസ്. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ദാ 1 മണിക്കൂറായി. അതായത് ഗൈസ് ഞാൻ 8 മണിക്ക് വന്നതാണ് ഗൈസ്. ഇവ ഇപ്പം മാത്രമല്ല ഗൈസ്, എപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്. ഞാൻ പോസ്റ്റായി എന്നെ കുഴിച്ചിട്ടാൽ പോലും ഇവ എത്തത്തില്ല ഗൈസ്. അങ്ങനെ ഞാൻ തിരുമല എത്തിയപ്പോഴാണ് ഗൈസ് എൻ്റെ മൊബൈലിൻ്റെ റീചാർജ് ചെയ്യുന്നവരെ ഞാൻ അറിയുന്നത്. അങ്ങനെ റീചാർജ് ചെയ്യാൻ ഞാൻ ഒരു ഷോപ്പിലേക്ക് പോവുകയാണ് ഗൈസ്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഷോപ്പിൽ റീചാർജ് കിട്ടുന്നില്ല ഗൈസ്. അവിടെ പോയിട്ട് എനിക്ക് റീചാർജ് കിട്ടിയില്ല ഗൈസ്. എന്താ ചെയ്യുക, അവിടെ സെയിൽസ് ആൻഡ് സർവീസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ മുഖത്ത് ഇത്ര വിഷമം. എന്താ ഒരു 500 മീറ്റർ മാറി ഇവിടെ വേറൊരു ഷോപ്പുണ്ട് ഗൈസ്. അങ്ങോട്ടേക്കാണ് ഞാൻ അടുത്ത് പോകുന്നത്. കണ്ടില്ലേ ഗൈസ്, വിന്നൂസ് ഷോപ്പ് മൊബൈൽസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഇവിടെ ഉറപ്പായിട്ടും മൊബൈൽ റീചാർജ് ഉണ്ട് ഗൈസ്. അതാണ് എൻ്റെ ഈ മുഖത്ത് ഇത്ര സന്തോഷം. നേരെ തിരുമല ജംഗ്ഷനിലേക്ക് വീണ്ടും. കണ്ടില്ലേ ഗൈസ് വെള്ളമൊക്കെ? ഇന്ന് പതിവില്ലാതെ ഇന്ന് ഇത്തിരി മഴ പെയ്തു ഗൈസ്. അതിൻ്റെ വെള്ളമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ ഗൈസ്, എന്നെ ഇത്രയും പോസ്റ്റ് ആക്കിയിട്ട് അവൻ വന്ന് നിൽക്കുകയാണ് ഗൈസ്. ഇവ ആളൊരു ഇൻട്രോവേർട്ടാണ് ഗൈസ്. അതാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഹെൽമെറ്റ് വെച്ച് മുഖം മറച്ചത്. നോക്കൂ ഗൈസ്, അവൻ്റെ നാണം കണ്ടില്ലേ ഗൈസ്? അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കുന്നതാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ 2 ഫ്രണ്ട്സിനെയും കൂടി വിളിച്ചു ഗൈസ്. സിനിമയ്ക്ക് വരുന്നുണ്ടോ ചോദിക്കേണ്ട താമസം അവന്മാരും ചാടിത്തുള്ളി ഇറങ്ങി ഗൈസ്. ഉത്മ ഷോ വഴി ബുക്ക് ചെയ്താൽ 35 രൂപ വെച്ച് ആൾക്ക് ആകുന്നു ഉള്ളത് കൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ഗൈസ്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോകുന്നതാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ടിക്കറ്റ് എടുക്കുകയും വേണം, വല്ലതും കഴിക്കുകയും വേണം. അതാണ് ഗൈസ് നമ്മുടെ പ്ലാൻ. അങ്ങനെ ഇതാണ് ഗൈസ് വഴുതക്കാട്. നമ്മൾ വഴുതക്കാട് കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് അറിയത്തില്ല ഗൈസ്, തൈക്കാട് വഴി പോവേണ്ട ഇവൻ എന്തിനാണ് ഗൈസ് പാളയം സ്റ്റാച്ചു വഴി ഇങ്ങനെ കറങ്ങി പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോഴവൻ പറയുകയാണ് വൈബെന്ന്. തന്ത വൈബ് ആവാതിരുന്നാൽ മതി അല്ലേ ഗൈസ്? 1956 ഗൈസ് ഈ കട തുടങ്ങിയത്. എനിക്കെന്തോ സിങ്സ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നേരെ റോക്കി ബായ് ഓർമ്മ വരും. അങ്ങനെ ഞാൻ അകത്ത് കയറി ഗൈസ്. അകത്തിരിക്കുന്നതാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ഗൈസ്, ഞാൻ എൻ്റെ ഫോൺ നോക്കി പല കോക്കറികളും കാണിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ആൾക്കാരെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെ പണി നോക്കും, ഞാൻ എൻ്റെ പണി നോക്കും. അങ്ങനെ ഞാൻ വെയിറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നീണ്ട 10 മിനിറ്റിൻ്റെ വെയിറ്റിങ്ങിന് ശേഷം അങ്ങനെ വന്നു ഗൈസ് ബെറോട്ടയും ബീഫും. അതാണ് ഗൈസ് ഞാൻ ഓർഡർ ചെയ്തത്. കണ്ടില്ലേ ഗൈസ് നമ്മുടെ ബീഫ്. ഈ വിഷ്വൽ ഞാൻ കേരള സ്റ്റോറിൻ്റെ ടീംസ് അംഗങ്ങൾക്കും ഡയറക്ടറിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ബെറോട്ടയും ബീഫും കേരള സ്റ്റോറീസിലെ ടീം അംഗങ്ങൾക്കും ഡയറക്ടറും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ് ബെറോട്ടയും ബീഫും? തീ പാർന്ന് കണ്ടോ? തമ്പാനൂർ വഴിയാണ് ഗൈസ് നമ്മൾ പോകുന്നത്. ഇതേ കണ്ടില്ലേ, മുടിഞ്ഞ ബ്ലോക്ക്. ട്രെയിൻ വന്ന ടൈം തന്നെ ആയിപ്പോയി ഗൈസ് നമ്മളും വന്നത്. അതുകൊണ്ട് നല്ല കട്ട ബ്ലോക്കായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സും എത്തി. നമ്മളിതാ സിനിമ തുടങ്ങി ഗൈസ്. സിനിമയെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ ഞാൻ ഒരു എക്സ്ട്രാ ഒരു റിവ്യൂ വീഡിയോ ചെയ്യുന്നുണ്ട് ഗൈസ്, അതിൽ പറയാം ഗൈസ്. അങ്ങനെ സിനിമ കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ബുഹാരിയിലോട്ടാണ് ഗൈസ്. അപ്പോഴാണ് അവന്മാർക്ക് പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞത്. പിന്നെ പെട്രോൾ പമ്പിലേക്ക് പോയി. ബുഹാരിയിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു കുടിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.